നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഷാജൻ സ്കറിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അർദ്ധരാത്രി നടന്നിട്ടുള്ള ആ ഒരു നാടകീയ സംഭവങ്ങളുടെ സംഭവ ബഹുലം നമുക്ക് വേണമെങ്കിൽ പറയല്ലേ. മണിക്കൂറുകളോളം നീണ്ടു നിന്ന സംഭവ വികാസങ്ങൾ ഒടുവിൽ അവസാനിച്ചത് ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് അംഗീകരിച്ചത് മൂലമാണ്. സത്യത്തിൽ എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ മലയാളി വാർത്തയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോയ പ്രക്ഷോഭയായിരുന്നു. ഇന്നലെ എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്? നമുക്ക് പെട്ടെന്നായിരുന്നു ഒരു വിവരം കിട്ടുന്നത്. ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തു, വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരം കിട്ടുന്നു. അദ്ദേഹത്തെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഒരു കൃത്യമായ ഒരു തിരക്കഥ നടന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം തന്നെ അതിനകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് അദ്ദേഹം നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. കോട്ടയത്താണ് അദ്ദേഹത്തിൻ്റെ നാട്. കോട്ടയത്ത് നിന്ന് തിരികെ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ടൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അങ്ങനെ സംശയം കൂടി വന്നപ്പോൾ അദ്ദേഹം ആയൂരെത്തുമ്പോൾ അവിടെ നിന്ന് വണ്ടി നിർത്തുമ്പോൾ തന്നെ ഫോളോ ചെയ്തു എന്ന് കരുതുന്ന ആ വാഹനം തൊട്ടപ്പുറത്തായിട്ട് നിർത്തുന്നു. അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു, തൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്ന് ഉറപ്പിച്ചു. പിന്നീടാണ് അദ്ദേഹം ആയൂരിൽ നിന്ന് വണ്ടിയുമായിട്ട് കുടപ്പനക്കുന്നിലെ വീട്ടിലേക്ക് എത്തുന്നു, തിരുവനന്തപുരത്ത് എത്തുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരു 8:30 ആയിട്ടുണ്ടാകും. 8:30 ആ ഒരു സമയമായപ്പോൾ തന്നെ ഒരു സംഘം പോലീസുകാർ വീടിനുള്ളിലേക്ക് കയറുകയാണ്. അദ്ദേഹം ആ സമയത്ത് ഷർട്ട് ഇടാതാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഒരു കൈലി മാത്രമാണ് ഉടുത്തിരുന്നത്. അച്ഛൻ്റെയും അമ്മയുടെ അദ്ദേഹം പറയുന്നുണ്ട്, അച്ഛനും അമ്മയ്ക്ക് ഞാൻ ആഹാരം വിളമ്പി കൊടുത്തിട്ട് ഞാൻ കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു പോലീസ് വന്നത്. അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു കേസിൻ്റെ ഒരു നമ്പർ മാത്രം പറഞ്ഞു. എന്നാൽ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറയാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതായത് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ, ഞങ്ങൾ ഷർട്ട് ഇടിപ്പിക്കാം, പോകുന്ന വഴിക്ക് ഷർട്ട് വാങ്ങി തരാം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ഷർട്ട് ഇടാനുള്ള സമയം നിങ്ങൾ തരണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് പോലും അനുവദിക്കാതെയാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പിടിച്ചുകൊണ്ട് പോയി നേരെ അദ്ദേഹത്തെ ഒരു പോലീസ് തന്നെ വന്നത് കസ്റ്റഡിയിൽ കിട്ടണം, അതിന് ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ വകുപ്പും പോലീസ് എഴുതി ചേർത്തതിന് ശേഷമാണ് ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ തൈക്കാടുള്ള പോലീസ് ക്യാമ്പിനടുത്തുള്ള സ്റ്റേഷനിലേക്ക് സൈബർ സെൽ വിങ്ങിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകുന്നു. മെഡിക്കൽ എടുക്കാൻ, പിന്നീട് ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുന്നു. നേരെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ തന്നെ ഏകദേശം ഒരു രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയമായി മജിസ്ട്രേറ്റിൻ്റെ അടുക്കേ കൊണ്ടുപോകുന്നു. അതിനുശേഷമാണ് പോലീസുകാർ, അതായത് ഇത് അധികം സ്പ്രെഡ് ആകില്ല എന്നാണ് പോലീസ് കരുതിയത്. അതായത് അധികം മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ രാത്രി തെരഞ്ഞെടുത്തത്. മാത്രമല്ല ഓൺലൈൻ ചാനലാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ സാറ്റലൈറ്റ് ചാനലുകൾക്ക് ഒരു പ്രത്യേക അഭിജ്ഞതയും പുച്ഛമൊക്കെ ഉണ്ടല്ലോ. മാധ്യമങ്ങൾക്ക് ഓൺലൈനോടുണ്ട്. അത് ഓൺലൈൻ വാർത്താ ചാനലാണെന്നും പറയില്ല, യൂട്യൂബ് ചാനൽ പറയത്തുള്ളൂ. അപ്പോൾ അതിപ്പോ എന്തായാലും അത്യാവശ്യം മാധ്യമ ശ്രദ്ധ കിട്ടുന്നുണ്ട്. എന്തായാലും മാധ്യമങ്ങൾക്ക് വന്നത് സന്തോഷ വാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഒന്നുമല്ല. KWA, അതായത് മാധ്യമ കൂട്ടായ്മ KUWJ അടക്കമുള്ളവ പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത് ഇതിനു മുൻപും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിനു മുൻപ് PV അൻവർ ചെസ് നമ്പർ ഇട്ടുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ഓൺലൈൻ മാധ്യമങ്ങളെ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളെയും PV അൻവർ വെല്ലുവിളിച്ചിരുന്നു. മലയാളി വാർത്ത അടക്കം ചെസ് നമ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് ഷാജൻ സ്കറിയയും മറുനാടൻ മലയാളിയുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോലും ഈ പത്രപ്രവർത്തക യൂണിയനോ അല്ലെങ്കിൽ മറ്റ് മാധ്യമ പ്രവർത്തകരോ ഒന്നും തന്നെ മറുനാടന് വേണ്ടി പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു വാർത്ത അധികം കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ, അതും ഒരു മാധ്യമ പ്രവർത്തകനെ വസ്ത്രം പോലും ഇടാൻ അനുവദിക്കാതെ പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ തീവ്രവാദിയല്ല, കൊലപാതകിയല്ല, അങ്ങനെയുള്ളവരെ പോലും പോലീസ് പുന്നാരിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. തീർച്ചയായും ഇതിപ്പോൾ സ്പ്രെഡ് ആകാതിരിക്കാനുള്ള രാത്രിയിലെ നീക്കമാണ് നടന്നത്. അപ്പോൾ പക്ഷേ പോലീസിന് കൃത്യമായി അജണ്ട ഉണ്ടായിരുന്നത് കസ്റ്റഡിയിൽ കിട്ടണം എന്നുള്ളതാണ്. എന്നാൽ മജിസ്ട്രേറ്റ് വായിക്കുന്നു, FIR നോക്കിയപ്പോൾ മജിസ്ട്രേറ്റ് തന്നെ ചോദിക്കുകയാണ്, ഇതിൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ മാത്രം എന്താണുള്ളത്, അതിനും മാത്രമുള്ള എന്ത് കുറ്റമാണ് അയാൾ ചെയ്തത് എന്ന് മജിസ്ട്രേറ്റ് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ രാത്രിയിലെ ആ ഒരു തിരക്കഥ അടപടലം മജിസ്ട്രേറ്റ് പൊളിച്ചങ്ങ് കയ്യിൽ കൊടുത്തു. അദ്ദേഹത്തിന് തൊട്ടടുത്ത നിമിഷം തന്നെ ജാമ്യം കിട്ടുകയാണ്. പക്ഷേ അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഈ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിക്കുന്നതിന് മുൻപൊക്കെ മാധ്യമങ്ങൾ കൂടി നിന്നിരുന്നു. ആ സമയത്തൊക്കെ ഷാജൻ സ്കറിയ പറയുന്നുണ്ട്, പിണറായിസം തുലയട്ടെ, പിണറായി പോലീസിന്റെ അഹങ്കാരം, ധാർഷ്ട്യം എന്നൊക്കെ പച്ചയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതികരിക്കാനുള്ള ഒരു തന്റേടം അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഒരു അനീതി തന്നെയല്ലേ എന്നാണ് ഇന്നിപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് സംഭവിച്ചത്. അടുത്ത ദിവസം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. ഏഷ്യനെറ്റിലടക്കം പോലീസ് കയറി അവിടുത്തെ സിസ്റ്റം അടക്കമുള്ളവ എടുത്തിട്ട് പോയിട്ട് അധികം നാളുകളായിട്ടില്ല എന്നുള്ളതാണ്. തന്നെയല്ല, ഈ TV പ്രസാദ്, നമുക്കറിയാം, റിപ്പോർട്ടറല്ലേ,
സർക്കാരിന്റെ മറ്റേ വാർത്താ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അധികം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം TV പ്രസാദിന് നേരെ സൈബർ ആക്രമണമാണ്, പച്ചതെറി വിളിച്ചുകൊണ്ടാണ് സൈബർ കമ്മികൾ വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഷാജൻ സ്കറിയെ ഇങ്ങനെ ഒരു കൊലപാതകിയെ കൊണ്ടുപോകുന്ന പോലെ പിടിച്ചുകൊണ്ടു പോകാൻ മാത്രമായ അദ്ദേഹം തെറ്റുകൾ ചെയ്തിട്ടില്ല. തന്നെയല്ല, അദ്ദേഹത്തിന് ഇതിനു മുൻപ് PV അൻവറിന്റെ വിഷയത്തിൽ അന്ന് അദ്ദേഹത്തിനെതിരെ 3-4 ജില്ലകളിലായിട്ടാണ് കേസ് കിടക്കുന്നത്. അപ്പോൾ ഓടി നടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പോലും ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഇതുപോലുള്ള എന്തെങ്കിലും കേസുകൾ വരികയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തെ നേരത്തെ അറിയിക്കണം. അതിന്റെ കാര്യകാരണ സഹിതങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് വേണം കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി തന്നെ പുറപ്പെടുവിച്ചതാണ്. അപ്പോൾ അതിന്റെ എല്ലാം നഗ്നമായ ലംഘനമാണ് പോലീസ് ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യണം. അതായത് നവീൻ ബാബുവിന്റെ കേസിൽ പോലീസിന്റെ കൺവെട്ടത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വിലസിയ സഖാത്തിയാണ്. അവരെ ജാമ്യം കിട്ടിയതിന് ശേഷമാണ് അവർ പിന്നീട് ഇറങ്ങി നടന്നങ്ങ് വിലസാൻ തുടങ്ങിയത്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് ജാമ്യം കിട്ടുന്നതിന് മുൻപ് പോലീസിനോട് പലതവണ കോടതി ഉൾപ്പെടെ ചോദിച്ചിരുന്നു PP ദിവ്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒളിവിലാണ് എന്നാണ് പറയുന്നത്. അതും കണ്ണൂർ വിട്ട് പോയിട്ടുണ്ടോ ചോദ്യത്തിന് ഇല്ല എന്നുള്ള മറുപടിയാണ്. അപ്പോൾ അവരെ ഇങ്ങനെ വീട് വളഞ്ഞ് അവരുടെ ബന്ധുക്കളുടെ മുൻപിൽ വെച്ചോ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചോ ഒന്നും പിടിച്ചുകൊണ്ട് പോകുന്ന സമീപനങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ കൃത്യമായി ഷാജൻ സ്കറിയെ പൂട്ടണം എന്നുള്ളൊരു നീക്കമാണ്. അതായത് പിണറായി പോലീസിനും പിണറായി വിജയനും ഷാജൻ സ്കറിയോട് തീർത്താൽ തീരാത്ത ഒരു ചൊരുക്കുണ്ട്. നമുക്കറിയാം, ഇതിനു മുൻപ് പിണറായിക്ക് ആ ചൊരുക്കുണ്ടായിരുന്നത് ക്രൈം നന്ദകുമാറിനോടാണ്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് ക്രൈം നന്ദകുമാറാണ്. അതിലൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അടക്കം അദ്ദേഹം കൊണ്ടുവരും. അതായത് വീണ വിജയന്റെ അതിലേക്ക് നീങ്ങുക, അല്ലെങ്കിൽ പിണറായി വിജയൻ അതിന്റെ കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള തെളിവുകളും അദ്ദേഹം കൊണ്ടുവന്നു. അത് പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് കത്തി നശിക്കുന്നതും പല രേഖകളും ഇല്ലാതെ പോകുന്നത്. അദ്ദേഹത്തെ ഒരു 4-5 വട്ടം അദ്ദേഹത്തിന് തന്നെ നേരിട്ട് മരണം മുന്നിൽ കണ്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഷാജൻ സ്കറിയുടെ കാര്യത്തിൽ പിണറായിക്കുള്ള ഒരു ചുരുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു മറ്റു മാധ്യമങ്ങളെയൊക്കെ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ കൊടുത്തിട്ടുള്ളത് ഷാജൻ സ്കറിയുടെ മറുനാടൻ മലയാളിയാണ്. അപ്പോൾ നിരന്തരം അതിൽ വാർത്തകൾ വന്നു. ഈ പിണറായി വിജയന്റെ ദുബായിലെ സമ്പത്തിനെ കുറിച്ച് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വീണ വിജയന്റെ അഡ്രസ് അടക്കം കാനഡയിലെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, പിണറായി വിജയന്റെ മകൻ വിവേകിനെ സംബന്ധിച്ച് അധികം വാർത്തകളൊന്നും പുറത്തേക്ക് വരാറില്ല. പക്ഷേ വിവാദ നായകൻ തന്നെയാണ്. ആ വിവേകിനെ കുറിച്ചുള്ള വാർത്തകൾ പലതവണ മറുനാടൻ മലയാളിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഷോൺ ജോർജ് പുറത്തുവിട്ട പല വിവരങ്ങളും ആധികാരികമായ പല വാർത്തകളും പുറത്തു കൊണ്ടുവന്നത് ഷാജൻ സ്കറിയയാണ്. കുഴൽനാടൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നാലും ശരി, കൃത്യമായി തന്നെ കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്തു ആ വാർത്തകൾ. എനിക്ക് തോന്നുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും SFIO എന്തെങ്കിലുമൊക്കെ ഇതുകൂട്ടൊരു നീക്കം നടത്തുമ്പോൾ മാത്രമാണ് വാർത്ത കൊടുക്കുന്നത്. പക്ഷേ വീണ വിജയന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പിണറായി വിജയൻ അഴിമതി വീരനാണ്, അതിന് കുറേ വാർത്തകൾ കൊടുത്തിട്ടുള്ളത് ഈ മറുനാടൻ മലയാളിയാണ്. മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്യാൻ കയറി വന്നത് ഗുണ്ടകളെ പോലെയാണ്, ഉടുപ്പ് പോലും ഇടാൻ അനുവദിച്ചില്ല, ക്രൈം എന്താണെന്നോ ആരാണ് പരാതിക്കാരി എന്നോ പറഞ്ഞില്ല, എന്തിനോ വേണ്ടി സർക്കാർ തന്നെ വേട്ടയാടുന്നു, മുഖ്യമന്ത്രിക്കും DGPക്കും തന്നെ ജയിലിലിടണമെന്ന് വാശിയുണ്ടാകും, ജാമ്യം ലഭിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഈ ഒരു DGP വന്നതിന് ശേഷം തനിക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള പോലീസ് നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വൈരാഗ്യ ബുദ്ധി അവിടെ നമുക്ക് പ്രകടമായി തന്നെ കാണുന്നില്ലേ? ഉറപ്പായിട്ടും. കാരണം ഈ ഷാജൻ സ്കറിയെ പൂട്ടണമെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ ആയിരിക്കണമല്ലോ പോലീസുകാരോട് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഒരു സിസ്റ്റം ഇറങ്ങുകയാണ്. ഇവിടെ തന്നെ മേഘ എന്ന് പറയുന്ന എയർ ഹോസ്റ്റസ് വിദ്യാർത്ഥി, ഈ IB ഉദ്യോഗസ്ഥയുടെ മരണം എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഇടയിൽ ട്രെയിൻവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ IB ഉദ്യോഗസ്ഥനായിട്ടുള്ള സുഖാന്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ആരോപണ വിധേയൻ. ഇയാളെ ഇതുവരെ പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ്. അത് അത്രയും വലിയൊരു ക്രൈമൊന്നും ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് അയാളെ ഷർട്ടിടാതെ പിടിച്ചുകൊണ്ടുപോകാൻ മാത്രമുള്ള ഒരു വൈരാഗ്യം കാണിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിലും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ പോലീസ് പിടിക്കുന്നവരുടെയൊക്കെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പിടുത്തമായി മാറിയിട്ടുണ്ട്. കാരണം വേടൻ അടക്കമുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ വേടൻ ചെയ്തൊരു ക്രൈമാണ്. ഇപ്പോൾ എൻ്റെ ഭാഗം നോക്കിയാൽ അത് ചെയ്ത ക്രൈം എന്ന് പറയുമ്പോൾ ഒരു കുറ്റം തന്നെയാണ്. കഞ്ചാവ് ഉപയോഗിക്കുന്നതും അത് കൈവയ്ക്കുന്ന കുറ്റമായി തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കും. അതിന് എത്ര തന്നെ ഗ്രാം ഉണ്ട് എന്നുള്ളതല്ല, ഉപയോഗിച്ച
ഉപയോഗിച്ചു അല്ലെങ്കിൽ കഞ്ചാവ്, അത് കഞ്ചാവ് തന്നെയാണ്. എന്നാ പിന്നെ നമുക്ക് സർക്കാർ സർക്കുലർ ഇറക്കാലോ, 10 ഗ്രാം വരെ കയ്യിൽ വെക്കാം, 10 ഗ്രാം വരെ എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു ചെടി നടുന്നവരെ എന്തിനാ പിടിച്ചോണ്ട് പോകുന്നത്? അങ്ങനെയുള്ള ചോദ്യം. പക്ഷേ ഇപ്പോൾ പറയുന്ന ഈ വേടനെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള ഇത്തരം പല കേസുകൾ കൊണ്ടുവരുന്നത്? അതുപോലെ തന്നെയാണ് ഇവിടെയും അദ്ദേഹത്തിന്റെ വളരെ വളരെ ഒരു തമാശ രൂപേണ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ അറസ്റ്റിൽ അദ്ദേഹത്തിന്റെ ചാനൽ 2 മില്യൺ ആയി. ഇപ്പോൾ അറസ്റ്റിൽ അദ്ദേഹത്തിന്റെ ചാനൽ മിക്കവാറും 3 മില്യൺ ആകാനുള്ള സാധ്യതയുണ്ട്. അത് പിണറായി പോലീസ് തന്നെ ഒരുക്കി കൊടുക്കുന്ന വഴിയും കൂടിയായിരിക്കും. ജനങ്ങൾക്ക് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ് ഷാജൻ സ്കറിയ. കാരണം നമ്മൾ അടക്കം കൊടുക്കുന്ന വാർത്തയ്ക്ക് താഴെ അദ്ദേഹം വന്ന്, അല്ലെങ്കിൽ ഈ ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് താഴെ വരുന്നത് ഒരു വാർത്ത സത്യമാണോ എന്നറിയാം ആദ്യം പോയി നോക്കുന്ന മറുനാടനാണ്. അതുകൊണ്ട് ഷാജനൊപ്പം എന്നാണ് പലരും എഴുതിയിരിക്കുന്ന കമന്റുകൾ. ഷാജൻ സ്കറിയയ്ക്ക് ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ അത് കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു കാരണം, അതായത് ഈ പിണറായി സർക്കാരിനെ, അതായത് ഞങ്ങൾ വിമർശിക്കുന്നു, ഞങ്ങൾ പിണറായിസത്തിന്റെ എതിരാണ് എന്നൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുമ്പോഴും അവർക്ക് പോലും ഒരു ഇരട്ടത്താപ്പുണ്ട്. എന്തുകൊണ്ട് ഈ വീണയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ കൃത്യമായ വാർത്തകൾ കൊടുക്കാൻ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും മടിക്കുന്നതിന് കാരണം എന്താണ്? അപ്പോൾ പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഈ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഈ തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ ആധിപത്യത്തെയും എല്ലാം പൊളിച്ചെടുക്കുന്ന പല വാർത്തകളും ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുക്കാറുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളോട് ജനങ്ങൾക്കൊരു അടുപ്പം കൂടുതലുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് മറുനാടനോട് ഇത്തിരി കൂടുതലാണ്. കാരണം ആരും എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി വാർത്തയാണോ മറുനാടനാണോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. നമ്മുടെ ചാനലിൽ അത്രയും കുറച്ച് കാണുന്നു എന്നല്ല അതിനർത്ഥം. പക്ഷേ മറുനാടനിൽ അവർക്ക് അത്രയും സ്വാധീനമുണ്ട് എന്നാണ്. നമുക്ക് അതിൽ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹം നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എന്ന കാര്യം. കാരണം ഇന്നിപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ നാളെ അത് നമുക്കും സംഭവിക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ വേട്ടയാടുന്ന ഒരു രീതി അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അത് കൃത്യമായ CPMന്റെ ഒരു അജണ്ട തന്നെയാണ്. അത് കാരണം അവർക്കെതിരെ വാർത്ത കൊടുക്കരുത്, അവരെക്കുറിച്ച് പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ്. അത് കൃത്യമായി പറഞ്ഞല്ലോ. പിണറായി വിജയന്റെ അജണ്ടയായിരുന്നു PV അൻവറിലൂടെ പുറത്തു വന്നത്. അതായത് മാധ്യമങ്ങൾക്കെതിരെ ലിസ്റ്റ് ഉണ്ടാക്കി, അതിലെ ചെസ് നമ്പർ ഉണ്ടാക്കി ഓരോരുത്തരെയും തൂക്കുന്ന സമീപനം, അത് പിണറായി വിജയന്റെ നിലപാട് നടപ്പാക്കാൻ ഇറങ്ങി തിരിച്ച ആളാണ് PV അൻവർ. പക്ഷെ PV അൻവറിന് കൊത്തി. പക്ഷെ PV അൻവറിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ പിണറായി വിജയന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ് ഈ സർക്കാരിൽ മൊത്തം ഇരിക്കുന്നത്. അതായത് ഒരു ലോബി പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ശത്രുക്കളായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിലനിൽപ്പില്ല. പിന്നെ അവരെയും എങ്ങനെയും അടിച്ചൊതുക്കാം എന്നുള്ള ഒരു നീക്കമാണ്. അതേസമയം ഈ പിണറായി വിജയന് വേണ്ടി വാലാട്ടി നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് നല്ല കാലവുമാണ്. അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ നിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഷാജൻ സ്കറിയയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് അങ്ങേയറ്റത്തെ നീതി നിഷേധം തന്നെയാണ്. ഈ ഷർട്ടിടാതെ പിടിച്ചുകൊണ്ട് പോകുക, അതും ഇത്രത്തോളം ഒരു മാധ്യമ പ്രവർത്തകനെ, അതായത് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുള്ള, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ ഒരു കമന്റ് കണ്ടിരുന്നു, ഈ ഷാജൻ സ്കറിയയ്ക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ളവരുടെ ഗതി എന്താകുമായിരിക്കുമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയന്റെ പേടിയാണോ ഈ ഷാജൻ സ്കറിയെ എങ്ങനെയും തൂക്കി എടുത്ത് അകത്തിടണം, ഇനി ചലച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും, സംസാരിച്ചാൽ പ്രശ്നമാവും. പണ്ടൊക്കെ രാജാക്കന്മാർക്കെതിരെ എഴുതിയിരുന്ന പത്രാധിപന്മാരെ നാട് കടത്തുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നല്ലോ, അതേ രീതിയിലായിരിക്കാം. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏഷ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ആൾക്കാരാണ് എന്നാണ്. ജനങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ നമ്മൾ മാധ്യമ പ്രവർത്തകരെന്ന് പറയുമ്പോൾ മറ്റേ 4ാം തൂണാണല്ലോ നമ്മൾ. പക്ഷെ 4ാം തൂണിന്റെ കഴുക്കോലൂരാനാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ CPMകാരൊക്കെ നിരന്തരം കേന്ദ്രത്തിനെതിരെ, BJPക്കെതിരെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ്, മാധ്യമങ്ങളെ അടിച്ചൊതുക്കാൻ നടക്കുകയാണ്. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മറിച്ചല്ലല്ലോ. ഇത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ പ്രസ് റൂം ഉൾപ്പെടെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇങ്ങോട്ട് കടക്ക് പുറത്ത് വഴി, പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഏഷ്യനേറ്റിലടക്കം കയറി നടത്തുന്ന റെയ്ഡ്, പിന്നീട് ഇപ്പോൾ ഇവിടെ മറുനാടൻ ഷാജഹാനിൽ വന്ന് നിൽക്കുന്ന ഒരു നിലപാട് വരെ നമുക്ക് വ്യക്തമായി, വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വെറുപ്പും ആ ഒരു ഇഷ്ടമില്ലായ്മയും ദേഷ്യവും ഒക്കെ നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാം. ഇതിനു മുൻപ് മറുനാടനിൽ കയറി പോലീസ് കാണിച്ച തോന്നിവാസങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് അവിടെ കയറി അവിടുത്തെ സ്ഥാപനത്തിൽ ഇടിച്ചു തള്ളി കയറി
കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നു. അതിനുശേഷം ഒരു വനിതാ പ്രവർത്തക, വളരെ എല്ലാവർക്കും വളരെ പരിചിതയായിട്ടുള്ള വനിതാ പ്രവർത്തക അവിടെ നിന്ന് മാറി ഇപ്പോൾ സ്വയം ഒരു ചാനൽ തുടങ്ങിയ ഒരു ഗതികളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അവരുടെ ഫോൺ, അതായത് ഈ അവിടെ ജോലി ചെയ്യുന്നവരുടെ ഫോൺ ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് പോവുക, ഇവരെ എവിടെ വെച്ച് കണ്ടാലും ഷാജൻ സ്കറിയ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിൽ രാത്രി ഉറങ്ങിക്കിടന്ന കുട്ടികളെ അടക്കം വിളിച്ചു നിർത്തി അവരെ വീടുകളിൽ കയറിയതാണ്. അപ്പോൾ അത്തരത്തിലൊരു വേട്ടയാടൽ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവർ ഭയക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളെ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനെ നിശബ്ദമാക്കുക എന്നുള്ളതാണ് ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പിണറായി ആഭ്യന്തരമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസ് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുകയും എന്നാൽ CPM-ന്റെ ശത്രു ലിസ്റ്റിലുള്ളവരുടെ പിന്നാലെ പോവുകയുമാണ് ഈ പിണറായി പോലീസിന്റെ മെയിൻ പണി എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും മടിയിൽ കനമുള്ളവരുടെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മാധ്യമങ്ങളെ ഭയക്കുന്നത് എന്തൊക്കെയോ ഒളിക്കാനുള്ളതൊക്കെ മാത്രമാണ് എന്ന് പറയുന്നതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രതിഷേധം തന്നെയാണ്. നമ്മളുടെ സഹപ്രവർത്തകനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ പ്രതിഷേധമാണ് ഈ ഒരു നിലയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഷാജൻ സ്കറിയെങ്കിൽ നാളെ മറ്റൊരാൾ, നാളെ ആര് എന്ന ചോദ്യത്തിലാണ് അവിടെ അവസാനിക്കുന്നത്. അതുവരെയും നമസ്കാരം.